എനിക്ക് കുറച്ച് സന്തോഷമുണ്ട്. ഇത് സിഗരറ്റ് വലിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള എൻ്റെ ഒരു സ്റ്റെപ്പും കൂടി എനിക്ക് എടുക്കാൻ സാധിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, ബോഡി ഡിസ്മോർഫിയയുടെ ഒരു ക്ലിയറൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചെറിയ രീതിയിലെങ്കിലും ബോഡി ഡിസ്മോർഫിയ ഞാൻ നേരിടാൻ തുടങ്ങി. ഈ തെറാപ്പിക്കുള്ള കാശ് കൊണ്ട് കുമിഞ്ഞു കൂട്ടി കാട്ടിക്കളയുന്നതിനൊക്കെ എത്രയോ നല്ലതാണ് കുറച്ച് ആക്റ്റീവും പ്രാക്ടിക്കലായിട്ടുള്ളൊരു മെത്തേഡ് റിയൽ ലൈഫിൽ എടുക്കുന്നത് എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരു 5 തെറാപ്പി സെഷൻ വരെ 5000 രൂപ പോകും, പക്ഷെ ഒരു ഗുണം ഉണ്ടാവില്ല, ഒന്ന് ലോങ് ലാസ്റ്റിങ്ങിലോ ഒന്നുമില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അതിൽ എത്രയും നല്ലതാണ് ഒരു 10-15 രൂപ കൊടുത്തിട്ട് ഒരു 1.5 വർഷം വരെ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്നൊന്ന് ചിന്തിച്ച് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് മനസ്സിൽ ദൈവം എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ള ശക്തിയാണത്. മനസ്സിൽ നല്ല നല്ല ചിന്തകൾ ഉണർത്താൻ ആ ശക്തിക്കും ധൈര്യം, ചിന്തകൾ ഉണർത്താൻ മാത്രമല്ല ആ ശക്തിക്ക് പറ്റുന്ന ആ ശക്തിക്ക് ധൈര്യം തരാൻ പറ്റും. ചിന്തിക്കാൻ ആ ശക്തി പ്രേരിപ്പിക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രേരിപ്പിച്ച് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ ആ ശക്തി നമുക്ക് ശക്തിയുള്ളൂ. അങ്ങനത്തെ ഒരു ശക്തിയാണത്. അത് ദൈവം എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ളൊരു ശക്തിയാണ്. അതിനെ പ്രാർത്ഥിച്ചാൽ, അതിനെ എന്താ പറയുക, വിളിച്ചാൽ ഇപ്പുറത്ത് എത്തുന്ന ഒരു ദൈവം തന്നെയാണ് നമ്മൾ. പക്ഷേ കുറച്ച് ഈ പറയുന്ന പോലെ ഒരു കമ്പാനിയൻഷിപ്പാണ് ആ ശക്തിക്ക് വേണ്ടത്. അല്ലാണ്ട് പറയുന്ന പോലെ ഒന്നിനും വയ്യ ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്ന സംഭവമല്ല. പറയുന്ന പോലെ കഠിനാധ്വാനം പരിശ്രമമൊക്കെ ചെയ്യാൻ പറ്റുമോ, കുറച്ച് സെൽഫ് റെസ്ട്രെയിൻറ്റ്, അതായത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് കുറച്ച് കാശൊക്കെ സ്വരുക്കൂട്ടാൻ സാധിക്കും. ഞാൻ ഒരുപാട് നാൾ സെൽഫ് റെസ്ട്രെയിൻറ്റൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് കാശ് എൻ്റെ കൈ കിട്ടിയത്. എത്രയോ നാൾ സോപ്പറായിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് ആ കാശ് കിട്ടിയത്. എല്ലാവരുടെയും കാശ് കിട്ടുമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞ പോലെ 2000 എൻ്റെ കയ്യിൽ നിന്നാണ് മൊത്തത്തോട് അടയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണത്. എന്തായാലും അത് എനിക്കിപ്പോൾ കുറച്ചൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷയുടെ ഉൾനാമ്പ്, ഒരു ചെറിയൊരു കുഞ്ഞൊരു നാളി വരുന്നുണ്ട്. അത് എങ്ങനെയെങ്കിലൊക്കെ എനിക്ക് കുറച്ചും കൂടി 2 വർഷമൊക്കെ വരെ 2-2.5 വർഷമൊക്കെ വരെ എനിക്ക് സിഗരറ്റിൽ മാറിയിക്കാൻ സാധിക്കും. എൻ്റെ ഒരു പഴയ ലക്ഷ്യം, അതിലേക്ക് എനിക്ക് എത്താൻ പറ്റും. അതാണ് എനിക്ക് സാധിക്കും, തീർച്ചയായിട്ടും എനിക്ക് സാധിക്കും. എന്നിട്ട് ഇനി 1.5 വർഷം കഴിഞ്ഞാൽ അടുത്ത കാര്യം നോക്കിയാൽ മതിയല്ലോ. എന്തൊക്കെയായാലും ഈ പറഞ്ഞ പോലെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടുകളൊക്കെ വരും. പക്ഷെ അതിനുള്ളിൽ അടുത്ത് ഇതുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ